കനത്ത വേനൽ ചൂടിൻ്റെ പിടിയിലാണ് മഹാരാഷ്ട്ര. വേനൽ കനത്തതോടെ ജലക്ഷാമവും അതിരൂക്ഷമാണ്. കിണറുകൾ വറ്റി വരണ്ടു, ഗ്രാമങ്ങൾ വെള്ളമില്ലാതെ വലയുന്നു. കുടിവെള്ളത്തിനായി ഗ്രാമവാസികൾ മണിക്കൂറുകൾ നടക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുടിവെള്ളത്തിനായി ജനം 3 കിലോമീറ്റർ വരെ അലയുന്നതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിലെ വേനൽ വറുതിയുടെ തീവ്രത വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. നാസിക്കിലെ ബോരി ചിവാരി ഗ്രാമത്തിൽ നിന്നുള്ള ദയനീയ കാഴ്ചകളാണ് പുറത്തുവിട്ടത്. കുടിവെള്ളത്തിനായി സ്ത്രീകൾ കയറിൽ തൂങ്ങി കിണറ്റിലിറങ്ങുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. കിണറ്റിൽ ഭൂഗർഭ ജലനിരപ്പ് താണ്, ചെളിവെള്ളമാണുള്ളത്. ഈ ചെളിവെള്ളമെങ്കിലും കോരിയെടുക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ സാഹസികമായി കിണറ്റിലിറങ്ങുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ജലജന്യ രോഗങ്ങളും കുട്ടികളെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകിയിട്ട് പോലും കുട്ടികൾ അസുഖബാധിതരാകുന്നു. അതിശക്തമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. രാജ്യത്ത് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ തിങ്കളാഴ്ച അനുഭവപ്പെട്ടത് 45.6 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. പൂനെയിൽ ശരാശരിയേക്കാൾ കൂടിയ താപനിലയാണ് അനുഭവപ്പെടുന്നത്. ലോഹെഗാവിൽ 42 ഡിഗ്രി സെൽഷ്യസും ശിവാജി നഗറിൽ 39.9 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 1.7 ഡിഗ്രി കൂടുതലാണിത്. പൂനെയിലെ മിക്ക ഭാഗങ്ങളിലും പകൽ താപനില ഏപ്രിൽ 27 വരെ 40 മുതൽ 42 ഡിഗ്രി വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിലെ മറ്റിടങ്ങളിലും ഉയർന്ന താപനില തുടരുന്നു. സോലാപൂരിൽ 43 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. വിദർഭയിലെ പല പ്രദേശങ്ങളും കടുത്ത ചൂടിൽ വലയുകയാണ്. ബ്രഹ്മപുരിയിൽ 45, അമരാവതിയിൽ 44.6, അകോളയിൽ 44.1, നാഗ്പൂരിൽ 43.6 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് താപനില. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നുള്ള ചൂട് വായുപ്രവാഹമാണ് ഉയർന്ന താപനിലയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇത് മൺസൂണിന് മുമ്പുള്ള ഒരു സാധാരണ പ്രതിഭാസമാണെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ താപനിലയിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്നാണ് പ്രവചനം. ചൊവ്വാഴ്ച മുംബൈയിലും അയൽ ജില്ലകളായ താനെ, പൽഘർ, റായ്ഗഡ് എന്നിവിടങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം ചൂടിൻ്റെ അളവ് കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.